Start camera. Rolling, sir. Action! നമസ്കാരം. നടൻ മുകേഷ് എക്കാലത്തും ഒരു വിവാദ നായകനാണ്. എന്നാൽ ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് ഇപ്പോഴും മുകേഷിന് അറിഞ്ഞുകൂടാ. മുകേഷിന്റെ ഒരു ഭീഷണി വർത്തമാനം മറുനാടൻ എക്സ്ക്ലൂസീവായി പുറത്തുവിടുകയാണ്. ഇവൻ പഠിച്ച കള്ളനാ. ആരാണ്? അല്ല, എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ. ആരാണ് നിങ്ങൾ? മുകേഷ് സാറാണോ? അതെ, അത് അറിയാമല്ലോ. പിന്നെന്തിനാണ് ആരാണെന്ന് ചോദിക്കുന്നത്? അല്ല സാർ, ഇതിന് മാത്രം എന്ത് തെറ്റായിട്ടാ ഞാൻ ചെയ്തത്? ആ പറഞ്ഞോ, എന്തായിരുന്നു? സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഘം രാധാകൃഷ്ണൻ. കേൾക്കണ്ട. ഓ, സുഹൃത്താ? ഏത് സുഹൃത്ത്? ഏത് സുഹൃത്ത്? അല്ല സാർ, സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഞാനിത് അങ്ങോട്ട് ഭീഷണിയാണോ? നോ, വേണ്ട. എന്റെ നമ്പർ ഉണ്ടല്ലോ, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ. ആ, കോടതി നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവ ഭയങ്കരം തന്നെ. കോടതിയുടെ തീരുമാനമാണ്, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ സാർ, ഞാന് ഇപ്പൊ ആള് വരും. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഈഗോ തലയ്ക്കാത്ത അല്ലടാ, അത് ഈ സമയത്ത് വായിക്കാത്ത കുത്തിക്കേറ്റാൻ നോക്കല്ലേ. എന്താണ് ചോദിക്കാൻ? സുഹൃത്താ? അല്ല, ഞാന് വാർത്തയിലൊക്കെ കേട്ടോ, അറിയാതെ. ആ, അതെ, നിർത്തിക്കോ. ജീവൻ വേണമെങ്കിൽ നിർത്തി പൊയ്ക്കോ കേട്ടോ. ഇയാൾ 1 മണിക്ക് വിളി എടുത്ത് ഞാൻ നല്ല ഗംഭീരമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഞാൻ സംസാരിക്കാതെ എനിക്ക് ഉറക്കം വരുന്നത് എന്ന് മാത്രം പറയരുത്. വാർത്തയിലാണ്. വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കുന്നില്ലേ? 11 മണിക്ക് വിളിച്ചുണർത്തിയിട്ട് തായോളി പൂ. സാർ, ഞാൻ അങ്ങനെയല്ല സാർ. വാർത്തയാ ഇപ്പൊ വരും. എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത്. അന്തസ് വേണോടാ, അന്തസ്. അത് വിളിച്ചു പോയതാണ്, വിട്ടുകളയെന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല. ഓരോ കാലന്മാരും ഓരോ കാലഘട്ടത്തിലും നമ്മളെ തൊലയ്ക്കാൻ വേണ്ടി വെച്ച് പൊയ്ക്കോ. ജീവൻ കൊതിയുണ്ടെങ്കിൽ വെച്ച് പൊയ്ക്കോ കേട്ടോ. ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കരുത്. നിങ്ങൾ എന്തിനാണ് എന്റെ പിന്നാലെ നടക്കുന്നത്? നിങ്ങളുടെ പോലെ തന്നെ എന്നോടൊന്നും ചോദിക്കേണ്ടത് കേട്ടോ. നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. അതേ ഭാഷയിൽ തന്നെ അല്പം കൂടി അന്തസ് കാണിക്കണമെന്നാണ് ഒരു